കാന്താരി തിങ്കളും കലിപ്പൻ പാച്ചവും. രചന മാധുര്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ചാന്ദിനി ഗേറ്റടന്നു പോയതും അകത്തേക്ക് കയറിപ്പോയ തിങ്കളുടെ ചുണ്ടിലും പുറത്തേക്ക് കാണാൻ പറ്റാത്തൊരു ചിരി മിന്നിമാഞ്ഞു പോയി. അത് അവസാന ചോദ്യവും ചിരിയും കൊണ്ടൊക്കെ തന്നെയാണ്. അടുക്കളയിലേക്ക് എത്തിയവൾ കയ്യിലെ ഫാഷൻ ഫ്രൂട്ട് സ്ലാബിൽ വെച്ച് നീങ്ങിയതും ദേ രണ്ടുരുണ്ട് താഴേക്ക് പോകുന്നു. പെട്ടെന്ന് അവൾ ചാടി പിടിച്ചാണ്. പാഷൻ ഫ്രൂട്ട് കിട്ടിയെങ്കിലും അതിനടുത്തിരുന്ന കുഞ്ഞി കീപാഡ് ഫോൺ നിലത്തേക്ക് വേണ്ടി ചിഹ്നിച്ചെറി. ഒരു നിമിഷം അവളൊന്ന് ഞെട്ടിപ്പോയി. പെട്ടെന്ന് അതെല്ലാം പെറുക്കി കൂട്ടിയെടുത്ത് നോക്കി. അതിങ്ങോട്ട് വന്ന ദിവസം മല്ലികയും ഗോപിനാഥനും തന്ന കവറിൽ ഈ ഒരു ഫോൺ കൂടെ ഉണ്ടായിരുന്നു. ഗോപിനാഥന്റെ പഴയ ഫോണാണിത്. വൈകുന്നേരമാണ് ഈ ഫോണിലേക്ക് തന്നെ വിളിച്ച് ഇങ്ങനെ ഒരു ഫോൺ കൂടെ ഇതിൽ വെച്ചിട്ടുണ്ടെന്ന് അവർ പറയുന്നത്. ഈ കാലത്ത് ഫോണില്ലാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ. താഴെ വീണതെല്ലാം ചേർത്ത് വെച്ചെങ്കിലും ഫോൺ ഓണാവുന്നില്ല. ഒരുപാട് ശ്രമിച്ചെങ്കിലും ആകെ നാശമായി പോയി അത്. ഇതിന്റെ നമ്പരൊക്കെ ഗോപിനാഥൻ അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് കണക്ഷനിലും ബാങ്കിലും ഒക്കെ കൊടുത്തിരിക്കുന്ന ഈ നമ്പരാണ്. ഇതിന്റെ മെസ്സേജുകളെല്ലാം ഇതിലേക്കാണ് വരിക. ഗ്യാസ് കുറ്റി റെഡി ആയി കഴിഞ്ഞാൽ മെസ്സേജ് OTP ഇതിലാണ് വരിക. പിന്നെ ഒരു ക്ലോക്ക് വാങ്ങാൻ അവൾ മറന്നുപോയിരുന്നു. അന്നേരം സമയം നോക്കാനൊക്കെ ഫോൺ എപ്പോഴും അടുത്ത് വെച്ചപ്പോൾ ഇങ്ങനെയായി. ചെറുത്തേരി ടൗണിൽ തന്നെ തിങ്കളൊരു മൊബൈൽ ഷോപ്പ് കണ്ടതായി ഓർത്തു. ഇനിയിപ്പോൾ എന്തായാലും അവിടെ പോയി ഇതൊന്ന് ശരിയാക്കിയെടുക്കാൻ അവൾ തീരുമാനിച്ചു. ഫോൺ മാറ്റി വെച്ചവൾ ചോറൂറ്റി മുഴുവനാക്കി പെട്ടെന്ന് പപ്പടം വറുത്ത് മുളക് ചുട്ടരച്ചൊരു ചമ്മന്തി ഉണ്ടാക്കി വെച്ചു. എല്ലാ പാത്രവും കഴുകി വെച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെയാണ് ആരോ ഉമ്മറത്തുനിന്ന് വിളിക്കുന്ന ശബ്ദം. ഒരാണിന്റെ സ്വരമാണ്. അമ്മി പുറത്തിരിക്കുന്ന പുഷ്പിനെ കയ്യിലെടുത്തുകൊണ്ട് വന്ന പുട്ട് കുറച്ചിട്ട് കൊടുത്തുകൊണ്ട് ആൾ നേരെ ഉമ്മറത്തേക്ക് നടന്നു. തിങ്കൾ ഉമ്മറത്തേക്ക് വരുമ്പോൾ ഒരു 25-30 പ്രായം വരുന്ന പയ്യനാണ് സൈക്കിളിൽ പിടിച്ചാൽ ചാരി നിൽക്കുന്നത്. ആരാ? ആളുടെ ചോദ്യത്തിൽ മുൻവാതിലിൽ നോക്കി നിന്നിരുന്നവരുടെ നോട്ടം അങ്ങോട്ടേക്കായി. ചേച്ചി, ഞാൻ ടാങ്ക് ക്ലീനിങ്. അന്യ സംസ്ഥാന തൊഴിലാളിയാണ് തിങ്കളെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായതാണ്. ഇന്നലെ അശോകനോട് അവൾ തന്നെയാണ് പറഞ്ഞത് ആരെങ്കിലും പറ്റിയാളുണ്ടെങ്കിൽ വിടാൻ. അന്നേരം തന്നെയാണ് അമ്മി പുറത്തുനിന്നിറങ്ങിയ പുഷ്പു ചാടിത്തുള്ളി തിങ്കളുടെ കാലിൽ വന്ന് മുട്ടിയിരുമെന്ന്. അപ്പുറത്ത് ബൈക്ക് ഇറക്കുന്നുണ്ടായിരുന്ന പാർട്ടി അത് കണ്ട് കണ്ണെന്ന് ചുരുക്കി. വീട്ടിൽ മാത്രമല്ല അവളുടെ മേത്തും കയറി തുടങ്ങി പെണ്ണ്. തിങ്കൾ അവനെ ശ്രദ്ധിച്ചില്ലെങ്കിലും പുഷ്പുവിന്റെ കണ്ണുകൾ അങ്ങോട്ടെത്തി. കയ്യിലിരുന്ന് കണ്ണുരുട്ടി ഇങ്ങോട്ട് നോക്കുന്നവനെ കണ്ട് ഒന്ന് കണ്ണടച്ച് മയക്കി കാണിച്ച് തിങ്കളുടെ കാലിനിടയിലൂടെ മുട്ടിയിരുമി അവൾ അവിടെ തന്നെ ഇരുന്നു. ടാങ്ക് വൃത്തിയാക്കാനുള്ളതിന്റെ കൂലിയുടെ കാര്യമെല്ലാം ആ പയ്യനോട് സംസാരിക്കുന്നുണ്ട് തിങ്കൾ. കുറെ നാളായി കേരളത്തിലുള്ളതുകൊണ്ട് ഭാഷയൊന്നും അവൻ അറിയാതെയില്ല. അപ്പുറത്താണ് ടാങ്ക്, ഞാൻ കാണിച്ചു തരാം. അതും പറഞ്ഞ് തിങ്കൾ തെക്കേ വശത്തേക്ക് പോയി. കൂടെ പുഷ്പു ആ പയ്യനും. പോകുന്ന പോക്കിൽ അവളുടെ കണ്ണെന്ന് വെറുതെങ്കിലും ഇങ്ങോട്ടേക്ക് എത്തുമെന്ന് പാർത്തി വിചാരിച്ചു. അതുണ്ടായില്ല. ടാങ്ക് വൃത്തിയാക്കാനുള്ളതിന്റെ കൂലിയുടെ കാര്യമെല്ലാം ആ പയ്യനോട് സംസാരിക്കുന്നുണ്ട് തിങ്കൾ. അമ്മേ! അടുത്ത നിമിഷം അലറി വിളിച്ചൊരു വിളിയായിരുന്നു അവൻ. ആദ്യത്തുനിന്ന് ചാന്ദിനി ഓടി വന്നതിനൊപ്പം ആ പയ്യനും പുഷ്പവും തിരിഞ്ഞു നോക്കി. തിങ്കൾ അപ്പോഴേക്കും അവന്റെ കൺവെട്ടിൽ നിന്ന് മറിഞ്ഞിരുന്നു. എന്താടാ? ഞാൻ പോവാണെന്ന്. ഓ, ഇതായിരുന്നു മനുഷ്യനെ നല്ല ജീവനങ്ങ് പോയി. എന്നോട് പറഞ്ഞിട്ട് തന്നെയല്ലേടാ നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? എന്നിട്ട് അവന്റെ പിന്നെ ഒരു വിളി. അമ്മയുടെ വർത്താനം മുഴുവൻ കേൾക്കാനൊന്നും പാർത്തി നിന്നില്ല. അവന്റെ ബൈക്ക് ഗേറ്റ് കടന്നു പോയതും മുഖവും കയറ്റി പിടിച്ച് ചാന്ദിനി അകത്തേക്ക് കയറിപ്പോയി. ടാങ്കിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഒരു ബക്കറ്റും കപ്പും തുണിയും ഉരച്ച് കഴുകാനൊരു സ്ക്രബറും ചോദിച്ചു ആ പയ്യൻ. തിങ്കൾ അതെടുത്ത് കൊടുക്കുകയും ചെയ്തു. നീ എന്തിനാ എന്റെ പുറകെ കിടക്കുന്നത്? ഇട്ട് തന്ന് തിന്നോ? പുഷ്പിനോടാണ്. മ്യാവൂന്ന് വീണ്ടും ഒരു വിളിയോടെ പൂച്ചപ്പെണ്ണ് പിന്നെയും കാലിൽ തഴുകുമ്പോൾ പുട്ടിട്ടോടത്തേക്ക് തിങ്കൾ ചെന്ന് നോക്കി. അതിൽ ആ പീര മാത്രം നക്കി തിന്ന് ബാക്കി അവിടെ കിടപ്പുണ്ട്. ഇതെന്തിനാ ബാക്കി വെച്ചിരിക്കുന്നത്? വന്ന് കഴിക്ക്. ചൂണ്ടിക്കാണിച്ച് പറഞ്ഞിട്ടും പെണ്ണ് മുട്ടിയിരുമി നിൽപ്പാണ്. ഇന്നലെ തന്നെ ഇട്ടുകൊടുത്ത് അവൾ തിന്നുകൊണ്ട് എല്ലാം കഴിക്കുന്ന പൂച്ചയാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. ഞാൻ തരുന്ന എന്തായാലും മുഴുവൻ കഴിച്ചോണം, അല്ലാതെ ഇങ്ങോട്ട് കയറിയാലേ കാലി ഞാൻ തല്ലി ഓടിക്കും. പറച്ചിലിനൊപ്പം പുഷ്പിനെ എടുത്ത് അങ്ങോട്ട് കൊണ്ടുവച്ചതും അവളെ നോക്കി മുഴുവനും കഴിച്ചു പെണ്ണ്. അപ്പൊ കഴിക്കാൻ അറിയാതെയല്ല. തിങ്കൾ പൂച്ചയെ തന്നെ നോക്കി നിൽക്കുകയാണ്. കഴിഞ്ഞിട്ടുണ്ട്, ഇനി എന്നൊന്നും പറയേണ്ടെന്ന പോലെ പുഷ്പ അവളെ നോക്കി ചുണ്ടുമുഖവും നക്കി തുടച്ചു. ചിരിയൊന്നുമില്ലെങ്കിലും വെറുതെ ആ തലയിൽ അവൾ വിരലോടിക്കുമ്പോൾ ഉമ്മർന്ന് പെട്ടിയോട്ടവൻ നിൽക്കുന്ന ശബ്ദം. പുഷ്പിനോട് വിട്ട് തിങ്കൾ ഉമ്മറത്തേക്ക് നടന്നു. പ്രതീക്ഷിച്ച പോലെ അശോകൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ഞാനൊന്നും എടുത്തു വെച്ചിട്ടില്ലെങ്കിൽ. ആ സാറിന്റെ മോളെ ഇപ്പൊ എടുത്താ പോരെ? ആ ചെക്കൻ വന്നില്ലേ ടാങ്ക് വൃത്തിയാക്കാൻ? ആ വന്നിട്ടുണ്ട്, അപ്പുറത്താ. അതും പറഞ്ഞ് തിങ്കൾ നേരെ വിറകുവരയിലേക്ക് നടക്കുമ്പോൾ അശോകൻ ടാങ്കിനടുത്തേക്ക് നടന്നു. പുഷ്പു! ചാന്ദിനിയുടെ ഉറക്കെയുള്ള വിളിയിൽ അവർക്ക് പിറകെ പോകാൻ നിന്ന പുഷ്പു അരമതിലും ചാടി പുറത്തേക്ക് ഓടി. കണ്ണ് തെറ്റിയാ മതി, അപ്പോഴേക്കും തെണ്ടാൻ പോകും. അവളുടെ തലയിലൊന്ന് മേടി ചാന്ദിനി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുഷ്പു അകത്തേക്ക് ഓടി. അപ്പോഴാണ് അശോകനെ അപ്പുറത്ത് ചാന്ദിനി കാണുന്നത്. അശോകേട്ടൻ എന്താ രാവിലെ തന്നെ? കുറച്ച് ആക്രി സാധനങ്ങൾ കൊണ്ടുപോകാൻ വരാൻ തിങ്കൾ നില പറഞ്ഞിരുന്നു. പിന്നെ ഇവിടുത്തെ ടാങ്ക് വൃത്തിയാക്കാൻ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. അശോകൻ പറഞ്ഞത് ചാന്ദിനി തലയാട്ടി കുറച്ച് മാറി വിറകുവരിൽ നിൽക്കുന്ന തിങ്കളിനെയും വെറുതെ ഒന്ന് നോക്കി അകത്തേക്ക് കയറിപ്പോയി. അശോകൻ ടാങ്കിനടുത്തേക്കും. ചാക്കിലെല്ലാ സാധനങ്ങളും എടുത്തു വെക്കുന്നതിനിടക്കാണ് തിങ്കൾ 2-3 ഫോട്ടോ ഫ്രെയിംസ് താഴെ കിടക്കുന്നത് കാണുന്നത്. ചാക്കിട്ട് അവിടെ വെച്ചവൾ അതിന് നേർക്ക് നടന്നു. അച്ഛൻ്റെ ഒരു വലിയ ഫോട്ടോയാണ്. പിന്നെ തിങ്കളിനെ എടുത്ത് അച്ഛമ്മ നിൽക്കുന്ന ഒന്നുണ്ട്. പഴയ ഫോട്ടോയാണ്. 5 വയസ്സ് പ്രായം വരും അവൾക്ക് അന്ന്. നല്ല ഫോട്ടോ ആയതുകൊണ്ട് ഫ്രെയിം ചെയ്ത് വെച്ചതാണ്. അതുകൂടാതെ അവരുടെ ഫാമിലി ഫോട്ടോ.
താരയും തിങ്കളും അച്ഛനും അമ്മയും. ആ ഫാമിലി ഫോട്ടോ അത്യാവശ്യം നന്നായി ചീത്തയായിട്ടുണ്ട്. ഫ്രെയിം മുഴുവനായി പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ ബാക്കി 2 ഫോട്ടോസും പൊട്ടിയിട്ടുണ്ടെങ്കിലും നാശമായി പോയിട്ടില്ല. അത് രണ്ടും എടുത്തു മാറ്റി വെച്ചവൾ ഫാമിലി ഫോട്ടോ ചാക്കിലേക്ക് തന്നെ ഇട്ടു. ഒരുവിധം എല്ലാ ചാക്കുകളിലേക്ക് ആക്കിയപ്പോഴേക്കും അശോകൻ കൂടെ അങ്ങോട്ട് എത്തിയിരുന്നു. ആ 2 പേരും കൂടിയാണ് ചാക്കിലെല്ലാം വണ്ടിയിലേക്ക് കയറ്റി വെച്ചത്. അപ്പോഴേക്കും ടാങ്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ആ പയ്യനും അങ്ങോട്ടേക്ക് എത്തി. അവർക്ക് കൂലി കൊടുത്തതിന് ശേഷം മോട്ടർ അടിച്ച് നോക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ലാതെ വെള്ളത്തിലേക്ക് കയറുന്നുണ്ട്. സാധനങ്ങളൊക്കെ കൊടുത്ത് കാശ് വൈകുന്നേരം എത്തിക്കാമെന്ന് പറഞ്ഞാണ് അശോകൻ പോയത്. അവരങ്ങ് പോയതും വിറക് അടിച്ചു വൃത്തിയാക്കി വിറകുകൾ അതിലേക്ക് അടക്കി ഒതുക്കി വെച്ച് കഴിഞ്ഞാണ് തിങ്കൾ വീടിനുള്ളിലേക്ക് കയറിയത്. നേരെ ചെന്ന് പൊട്ടിപ്പോയ ഫോണിൽ വെറുതെ ഒന്നുകൂടെ പണിത് നോക്കിയവൾ. പക്ഷെ ശരിയാവുന്നില്ല. ഉച്ചയായിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഫോൺ നന്നാക്കാൻ പോകാമെന്ന് അവൾ ഉറപ്പിച്ചു. കൂട്ടത്തിൽ ഈ ഫോട്ടോസ് കൂടി ശരിയാക്കി എടുക്കണം. ഉച്ചക്ക് ഊണ് കഴിഞ്ഞ് പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് ആൾ വേഗം പോയി വേഷം മാറി. വാതിൽ പൂടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ദാ തിണ്ണയിലിരിപ്പുണ്ട് പുഷ്പു. ഞാനിപ്പോ പുറത്തേക്ക് പോവാ, നീ വീട്ടിലേക്ക് നോക്കും. ചെരുപ്പിടുന്നുണ്ടെങ്കിൽ അവൾ നോക്കി അപ്പുറത്തേക്ക് അയച്ചുകൊണ്ട് തിങ്കൾ പറഞ്ഞു. ഒരു മ്യാവ് പറച്ചിലൂടെ പെണ്ണ് അപ്പുറത്തേക്ക് ഓടുമ്പോൾ ചെറിയൊരു കൗതുകം തിങ്കളിനും തോന്നി. വേറൊന്നുമില്ല, അവൾ പറയുന്നില്ല. ആ പൂച്ചക്കുരുവിധം മനസ്സിലാവുന്നുണ്ടല്ലോ. ഗേറ്റ് പൂട്ടി അവൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ദേ പിന്നിൽ നിന്ന് തിങ്കളെ എന്ന് വിളി. തിരിഞ്ഞു നോക്കുമ്പോൾ ചാന്ദിനിയും മൻമു അവൾക്കടുത്തേക്ക് വരുന്നുണ്ട്. അവരും വീട് പൂട്ടി ഇറങ്ങിയത് തന്നെയാണ്. ഞാൻ ഡാൻസ് ക്ലാസ്സിലേക്ക് ഇറങ്ങിയ മോളെ. ഈ വരുന്ന ആഴ്ച നമ്മുടെ ക്ലബിന്റെ വാർഷികാഘോഷ മെഗാ തിരുവാതിരയൊക്കെ ഉണ്ട്. ഞാൻ എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇവിടെ കായലോരത്തെ നാട്യകലാ വിദ്യാലയമല്ലേ, അവിടുത്തെ നൃത്താധ്യാപിക ഞാനാ. തിരുവാതിര പ്രാക്ടീസ് എല്ലാം അവിടെ തന്നെയാ. സാധാരണ 3:30 ക്ലാസ് തുടങ്ങാറ്. ഇതിപ്പോ തിരുവാതിരയുള്ളതുകൊണ്ടാ നേരത്തെ പോകുന്നത്. സിമ്പിൾ സ്റ്റെപ്പായല്ല, ആർക്ക് വേണേലും കളിക്കാം. വലിയ പാടൊന്നുമില്ല. മോൾ കളിക്കാൻ താല്പര്യമുണ്ടോ? ഞാൻ പഠിപ്പിക്കാം. ഉത്സാഹത്തോടെയുള്ള ചോദ്യം. വേണ്ട, എനിക്ക് താല്പര്യമില്ല. തിങ്കളുടെ മറുപടി ഉടനെ എത്തിയെങ്കിലും ചാന്ദിയുടെ മൊത്തം വലിയ ഭാവമാറ്റമൊന്നുമില്ല. അല്ലെങ്കിൽ അവൾ തിരുവാതിരയ്ക്ക് വരാൻ വേണ്ടിയല്ല അവർ ഇത്രയൊക്കെ പറഞ്ഞതും. രാവിലെ സംസാരിച്ചല്ലേ, പിന്നെയൊന്നും പറയാനുള്ള അവസരം കിട്ടിയില്ലല്ലോ. അതിന്റെ ഒരു ക്ഷീണം തീർത്താണെന്ന് മാത്രം. അതുപോലെ ഇപ്പോൾ തിങ്കളിനോട് പഴയ പോലെ തന്നെ സംസാരിക്കാൻ ചാന്ദിനിക്ക് മടിയൊന്നുമില്ല. അവൾ പറഞ്ഞല്ലോ അതൊന്നും അവൾക്കൊരു പ്രശ്നമില്ലെന്നും. പിന്നെ തനിക്കെന്താണ് പ്രശ്നം? ചന്തു പഴയ ചന്തു തന്നെയായി തന്റെ പുതിയ ആൾക്കാരോട് സംസാരിച്ചു തുടങ്ങി. മോൾക്ക് ഇപ്പൊ ഇഷ്ടമല്ല വെച്ചാൽ വേണ്ട കേട്ടോ. ഇനി എന്തോരം പരിപാടികൾ വരാൻ കിടക്കുന്നു. നമുക്ക് അപ്പ കളിക്കാലോ. ആ സമയം ഒഴിവൊന്നും പറയണ്ട, ഞാൻ സമ്മതിക്കില്ല. ചന്തു പറഞ്ഞു തീർക്കുമ്പോൾ തിങ്കൾ അതിനൊന്നും പറഞ്ഞില്ല. അതൊക്കെ അവൾ ഭാവിയിലേക്ക് തന്നെ വിട്ടുകൊടുത്തിരിക്കുകയാണ്. ആ നേരം ചെയ്യാൻ തോന്നിയാൽ അവൾ ചെയ്യും, തോന്നിയില്ലെങ്കിൽ ചെയ്യില്ല, അത്ര തന്നെ. മോളെ എവിടേക്കാനും പോകാനിറങ്ങിയാണോ? ടൗണിലേക്കാ. കയ്യിലെ കുടയിൽ നിവൃത്തി പറയുന്നതിനൊപ്പം തന്നെ അവൾ തിരിച്ചടന്നു. കുറച്ചുനേരം അവിടെ പോക്ക് നോക്കിയെന്ന് ചുണ്ടിൽ ചെറുചിരിയോടെ ചാന്ദിനിയും മൻമും അവരുടെ വഴിക്കും പോയി. അമ്പലത്തിന്റെ അവിടുന്ന് 10 മിനിറ്റോളം ദൂരമുണ്ട് ടൗണിലേക്ക്. തിങ്കളിന് പക്ഷെ അമ്പലത്തിനടുത്തേക്ക് എത്തും മുന്നേ തന്നെ ഒരു കാലി ഓട്ടോ കിട്ടി. ആള് ടൗണിൽ കിടന്നവിടുന്ന് ഓട്ടോയായിരുന്നത്. ആ ഓട്ടോ ചേട്ടൻ്റെ ഓട്ടം പോയി നേരെ സ്റ്റാൻഡിലേക്ക് തിരിച്ചു വരുന്ന വഴിയാണ്. മിനിമം ചാർജ് കൊടുത്താൽ മതിയാവുമല്ലോ. സ്റ്റാൻഡിൽ എത്തിയത് ഓട്ടോ കാശും കൊടുത്ത് റോഡ് ക്രോസ് ചെയ്ത് തിങ്കളങ്ങ് പോയതും അവളെ കൊണ്ടുവന്ന ഓട്ടോക്കാരൻ്റെ അടുത്തേക്ക് മറ്റു ചിലർ കൂടെ വന്നു. വേറൊന്നുമില്ല, തിങ്കളിനെ അയാൾക്ക് അറിയില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ അത്രമാത്രം. റോഡ് ക്രോസ് ചെയ്ത് തിങ്കൾ നേരെ സ്റ്റുഡിയോയിലേക്കാണ് നടന്ന്. നല്ല പഴക്കം ചെന്ന സ്റ്റുഡിയോ ആണ്, തോംസൺ സ്റ്റുഡിയോ. ഇവിടെ നിന്ന് തന്നെയാണ് അവർ ഫോട്ടോസ് എല്ലാം എടുത്തിരിക്കുന്നത്. അന്ന് അവരുടെ ഫോട്ടോസ് എടുക്കാവുന്ന ചേട്ടൻ തന്നെയാണ് ഇപ്പോഴും ഇവിടെ ഉള്ളത്. ആളുടെ അച്ഛനോളം പ്രായമുള്ള മനുഷ്യൻ. തിങ്കൾ ഫ്രെയിംസ് എല്ലാം കൊടുത്ത് ശരിയാക്കാൻ പറയുമ്പോൾ ആ ലേശം മങ്ങിയ കണ്ണാടിക്കുള്ളിലൂടെയുള്ള അയാളുടെ നോട്ടം ആളുടെ മുഖത്തേക്ക് തറഞ്ഞു നിന്നു. എന്തായിരുന്നു മോളുടെ പേര്? ആവശ്യതയോടെ ചോദ്യം. തിങ്കൾ. ആ പേരെന്ന് അയാൾ മനസ്സിൽ ഉരുവിട്ടു. എപ്പോഴാ വന്നേ? കുറച്ച് ദിവസമായി. കൃഷ്ണേട്ടൻ മരിച്ചിട്ടിപ്പോ? അച്ഛന്റെ ഫോട്ടോ ഫ്രെയിമിൽ വെറുതെ തഴുകിയുള്ള ചോദ്യം. 9 വർഷം കഴിഞ്ഞു. അയാളൊന്ന് മൂളി. താൻ പോയി വരുമ്പോഴേക്ക് റെഡിയാക്കി വെക്കില്ലെന്ന് അവൾ ചോദിക്കുമ്പോൾ അരമണിക്കൂറിൽ റെഡിയാകുന്നുള്ള മറുപടിയിൽ തിങ്കൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നേരെ മൊബൈൽ ഷോപ്പിലേക്ക്. സ്റ്റുഡിയോയിൽ നിന്നിറങ്ങി തിരിച്ച് മെയിൻ റോഡിലേക്ക് കയറി തിങ്കൾ. ഓട്ടോ സ്റ്റാൻഡ് നേരെ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡാണ്. ബസ് സ്റ്റാൻഡ് ഇടതുവശമാണ് സ്റ്റുഡിയോ. അതിന്റെ വലതുവശത്ത് നിന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് മൊബൈൽ ഷോപ്പ്. ഞായറാഴ്ച സാധനങ്ങളെല്ലാം വാങ്ങാൻ ഇങ്ങോട്ടേക്ക് വന്ന സമയം ശ്രദ്ധിച്ചതാണ് ഇതൊക്കെ. മൊബൈൽ ഷോപ്പൊന്നും അന്ന് തുറന്നിട്ടില്ലായിരുന്നെങ്കിലും അതിന്റെ ബോർഡ് കണ്ടിരുന്നവൾ. സൂപ്പർ മാർക്കറ്റും ടെക്സ്റ്റൈൽസും എല്ലാം ആ വശത്ത് തന്നെയാണ്. കൂടാതെ പച്ചക്കറി കടയും പലചരക്കടയും ഫാൻസി സ്റ്റോറും സ്റ്റേഷനറി കടയും സ്വർണ്ണക്കടയും പൂക്കടയും മെഡിക്കൽ ഷോപ്പും ബേക്കറികളും തുടങ്ങി അവിടെ ടൗണിൽ ഇപ്പോൾ ഇല്ലാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. ചെറുത്തേരിക്കാർക്ക് ആവശ്യമുള്ള എന്ത് സാധനം കിട്ടാനായാലും ഇവിടുന്ന് പുറത്തേക്ക് പോകേണ്ട ആവശ്യമേ വരുന്നില്ലെന്ന് തന്നെ പറയാം. തിങ്കൾ ഇവിടുന്ന് പോകുമ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇപ്പൊ എല്ലാം മാറിയിരിക്കുന്നു. അവൾ എല്ലായിടവും നോക്കിക്കൊണ്ട് തന്നെ മൊബൈൽ ഷോപ്പിനടുത്തേക്ക് നടന്നു. തനിക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഓടി വരേണ്ട കടകൾ എവിടേക്കാണെന്ന് അറിഞ്ഞിരിക്കേണ്ടതാണല്ലോ. സൂപ്പർ മാർക്കറ്റ് കടന്ന് അങ്ങോട്ട് നടക്കുമ്പോൾ തൊട്ടുമുന്നിലെ കടയിലേക്ക് അവൾ നോക്കി. പെറ്റ്സ് അപ്പ്. മുഴുവനും ചാരക്കളർ പൂശിയ ചുമരിൽ മങ്ങിയ ഓറഞ്ച് നിറത്തിൽ കൊത്തിവെച്ചിരിക്കുന്ന അക്ഷരങ്ങൾ. യുവർ വൺ സ്റ്റോർ ഫോർ ആൾ പെറ്റ്സ് ആൻഡ് പെറ്റ് നീഡ്സ്, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, ആൾ ടൈപ്സ് ഓഫ് പെറ്റ് ആക്സസറീസ് അവൈലബിൾ. അതിന് താഴെ തന്നെയുള്ള ടാഗ്ലൈനും മറ്റു വിവരങ്ങളിലെല്ലാം തിങ്കളുടെ നോട്ടം വെറുതെ നോടി.
കടയുടെ നമ്പറിൽ ലൊക്കേഷനും ടൈമിംഗിൽ അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. മുൻവശം മുഴുവനും ഗ്ലാസ് വാൾ ചെയ്ത വർക്കിലൂടെ അകത്ത് വെച്ചിരിക്കുന്ന അക്വേറിയം സെറ്റപ്പുകളും ആരെയും പെട്ടെന്ന് ആകർഷിക്കും. കൂടാതെ കടയുടെ ഇരുവശത്തും പെറ്റ്സിന്റെ രൂപങ്ങൾ ബുഷ് പ്ലാന്റ്സ് കൊണ്ട് തന്നെ റെഡിയാക്കി വെട്ടിയൊതുക്കി വെച്ചിരിക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. ഷോപ്പിന് മുന്നിൽ മറ്റൊരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. കാലിത്തീറ്റ ഇവിടെ ലഭിക്കും. അതിനുള്ളിൽ പശു, ആട്, താറാവ്, കോഴി, കാട, പ്രാവ്, മീന് അങ്ങനെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടോ അന്ന് വന്നപ്പോൾ തിങ്കളൊന്നും ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരുന്നില്ല. റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് കയറിയാണ് ഈ പെറ്റ് ഷോപ്പ് ഉള്ളത്. പിന്നെ സൺഡേ കട അടച്ചിരിക്കുകയായിരുന്നല്ലോ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കണം അവളത് കാണാതെ ഇരുന്നു. പെറ്റ് ഷോപ്പ് കിടന്നവൾ നേരെ മൊബൈൽ ഷോപ്പിന് മുമ്പിലെത്തി. ഗ്ലാസ് ഡോർ തള്ളി തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ഉള്ളിലെ ശീതീകരിച്ച വായു പെണ്ണിനെ ആകെ ഒന്ന് പൊതിഞ്ഞു. അവളുടെ കണ്ണുകൾ ആദ്യം പതിഞ്ഞ് മിഥുനിലാണ്. കടയിലേക്ക് വന്നിരിക്കുന്ന 2 കസ്റ്റമേഴ്സിനോട് സംസാരിച്ചുകൊണ്ടിരുന്ന മിഥുനും അവൾ വിടുന്ന കണ്ണുകളോടെ നോക്കി. അവൻ മാത്രമല്ല, അവിടെയുള്ള എല്ലാവരുടെയും നോട്ടം അവളിൽ തന്നെയാണ്. എന്റെ ഷോപ്പ് തന്നെയാ. തിങ്കളുടെ മുഖത്ത് സംശയം കണ്ട് ചോദിക്കാതെ തന്നെ മിഥുൻ പറയുകയും ചെയ്തു. ഞാൻ എന്റെ ഫോണിന് ശരിയാക്കാൻ നീ ഇരിക്കട്ടോ, ഒന്ന് കഴിയട്ടെ. ഞാൻ അലി വേണ്ട പാർത്തി ഒന്ന് നോക്കണം എന്താണെന്ന്. ധൃതിയിൽ മിഥുൻ അത് പറയുമ്പോൾ തന്നെയാണ് പാർത്തിയിലേക്ക് തിങ്കളുടെ നോട്ടവും ചെല്ലുന്നത്. എന്നാൽ അത്ര നേരം തിങ്കളിൽ ഉറച്ചിരുന്നവന്റെ മിഴികൾ മിഥുനിലേക്ക് പോയത് പെട്ടെന്നാണ്. കണ്ണുകൊണ്ട് അപേക്ഷിക്കുന്നുണ്ട് അവൻ. താല്പര്യമൊന്നുണ്ടായിട്ടല്ല, പിന്നെ നീ ഇത്രക്കും താഴ്ന്നു പറയുന്നുണ്ട്. ഞാൻ നോക്കിയേക്കുന്ന പോലെ ഇരുന്നിടത്തുന്ന ഉള്ളിൽ നിറഞ്ഞ ഉത്സാഹം പുറത്ത് കാണിക്കാതെ പാർത്തി ഒന്ന് പൊങ്ങി. വേണ്ട മിഥുൻ, എനിക്ക് തിരക്കൊന്നുമില്ല, പതിയെ മതി, ഞാൻ വെയിറ്റ് ചെയ്തോളാം. പറച്ചിലിനൊപ്പം ഒരുവൻ തന്റെ ഫോൺ ശരിയാക്കാൻ എഴുന്നേറ്റ് പോലും ശ്രദ്ധിക്കാതെ ആൾ വിസിറ്റിംഗ് ചെയറിലേക്ക് ചെന്നിരിക്കുമ്പോൾ നട്ടുപോയവന്റെ കുഞ്ഞപ്പനെ പോലെ നിൽക്കുകയാണ് പാർത്തി. സത്യത്തിൽ അവൻ എഴുന്നേറ്റതും തിങ്കൾ കണ്ടില്ല. ആളുടെ മനസ്സിൽ അരമണിക്കൂറോളം ടൈമുണ്ട്. പിന്നെന്താണ് വെയിറ്റ് ചെയ്യുന്നതിൽ പ്രശ്നം? പക്ഷെ പാർത്തി ആ ക്ഷീണത്തിലാണ്. കൂട്ടത്തിൽ അവന്റെ എഴുന്നേൽപ്പ് കണ്ട് മിഥുൻ ഉൾപ്പെടെ അവിടെയുള്ളവരുടെ ചുണ്ടിൽ അടക്കി പിടിച്ചിരുന്ന ഒരു ചിരി. അവന്റെ വെളുത്ത മുഖത്തേക്ക് രക്തം ഇരച്ചു കയറി. അതിന്റെ അർത്ഥം എന്താണെന്ന് അവിടെയുള്ളവർക്കൊക്കെ ഒരുവിധം പിടിയുണ്ട്. എല്ലാത്തിനെയും രൂക്ഷമായി നോക്കുകൂടി ചെയ്ത് അവരെല്ലാം സ്വന്തം പണിയിലേക്ക് കടന്നിരുന്നു. വെറുതെ എന്തിനാ തടിയടാക്കുന്നത്? പാർത്തി അവന്റെ ചെയറിലേക്ക് തന്നെ ഇരുന്നു. വിസിറ്റിംഗ് ചെയറിലേക്ക് ഇരുന്നവൾക്ക് നേരെയും അവന്റെ നോട്ടം എത്തിയിട്ടുണ്ട്. തിങ്കളെന്നാൽ ആ ഷോപ്പ് മൊത്തത്തിൽ നോക്കി കാണുന്ന തിരക്കിലായിരുന്നു. ഉള്ളിലേക്ക് നീളത്തിൽ കുറച്ചധികം വലിയ ഷോപ്പ് തന്നെയാണത്. ഷെൽഫുകളിലെല്ലാം ഡിസ്പ്ലേ വെച്ചിരിക്കുന്ന പുതിയ മോഡൽ ഫോൺ സെറ്റുകളും ലൈറ്റ് അറേഞ്ച്മെന്റ്സ് എല്ലാം കാണാൻ ഭംഗിയായിട്ടുണ്ട്. സ്മാർട്ട് ഫോൺ തിങ്കൾ കണ്ടിട്ടുണ്ട്. ആൾ കോളേജിൽ പഠിക്കുമ്പോഴേക്ക് അത് വിപണിയിൽ ഇറങ്ങിയിരുന്നു. പക്ഷെ വാങ്ങിയിട്ടൊന്നുമില്ല. ശ്രീജിത്തിന്റെ കയ്യിലുണ്ടായിരുന്ന വെറുതെ നോക്കിയിട്ടുണ്ട്. ഇപ്പൊ അതൊക്കെ മുഴുവനായി മറന്നുപോവുകയും ചെയ്തു. തിങ്കളിരിക്കുന്നതിനൊരു ചെയറിനപ്പുറം വേറെ 2 ചെക്കന്മാരിയ്ക്കുന്നുണ്ട്. ഇടയ്ക്കിടക്ക് രണ്ടിന്റെയും നോട്ടം അവളിൽ തട്ടിത്തടഞ്ഞു പോകുന്നുണ്ട്. പ്രശ്നക്കാരൊന്നുമില്ല, ചെറിയൊരു വായ്നോട്ടം അത്ര തന്നെ. മിഥുനെ കൂടാതെ സെയിൽസിൽ വേറെ ഒരു പയ്യൻ നിൽക്കുന്നുണ്ട്. അവൻ്റെ അടുത്തൊരു കസ്റ്റമർ ഉണ്ട്. എല്ലാവരിലേക്കും ഒരു നോട്ടം പോകുന്നതിനൊപ്പം പാർത്തിയിലേക്കും ചെന്ന് അവളുടെ മിഴികൾ തന്നെ രൂക്ഷമായി നോക്കുന്നവനെ കണ്ട് ആളുടെ മുഖമൊന്ന് ചുളുങ്ങി. എന്നാൽ അതൊന്നും അത്ര കാര്യമാക്കാതെ ആൾ അവനിൽ നോട്ടം മാറ്റുകയും ചെയ്തു. ചേട്ടാ, പെട്ടെന്നാണ് ഷോപ്പിന്റെ ഗ്ലാസ് ഡോർ വന്നൊരു തല അകത്തേക്ക് വന്ന് മലയാളിയല്ല വന്നിരിക്കുന്ന പയ്യൻ. എന്താടാ? പാർത്തിയുടെ ചാടി കടിക്കുന്ന പോലുള്ള ചോദ്യം. തിങ്കളുടെ നോട്ടം പിന്നെ അവനിലേക്കൊന്ന് പോയി. ഇരുന്നിരുന്ന് എഴുന്നേറ്റ് മുറുകിയ മുഖമായി ആ പയ്യനടുത്തേക്ക് വരുന്നുണ്ട് അവൻ. തിങ്കളുടെ തൊട്ടു മുന്നിലാണ് പാർത്തി. ഇപ്പോൾ അവന്റെ ഷോപ്പിൽ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവനെ വിളിക്കാമെന്നാണ് ആ പയ്യൻ. ജാഫറില്ലേ ഇവിടെ? പാർട്ടിയുടെ ഷോപ്പിൽ സെയിൽസിൽ നിൽക്കുന്ന മറ്റൊരു പയ്യനാണത്. ജാഫറാണ് അവനെ വിളിക്കാൻ പറഞ്ഞതെന്നും വന്നിരിക്കുന്ന ബഡാ പാർട്ടീസ് ആണെന്നും ഹിന്ദികൾ എന്ന മലയാളത്തിൽ അവൻ പറയുന്നുണ്ട്. പിന്നെയും കൂടുതലൊന്നും ചോദിക്കാതെ പാർട്ടി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തിങ്കളുടെ ഒന്നുകൂടെ നോക്കിയവൻ. പക്ഷെ അവൾ അപ്പോഴേക്കും നോട്ടം തന്റെ കയ്യിലെ പൊട്ടിയ ഫോണിലേക്ക് മാറ്റിയിരുന്നു. മിഥുന്റെ മുന്നിലെ കസ്റ്റമർ പോയി കഴിഞ്ഞതേ തിങ്കളുടെ അവൻ വിളിച്ചു. കയ്യിലെ ഫോൺ അവൾ അവന് നേരെ നീക്കി വെച്ചു. മിഥുൻ അത് കയ്യിലെടുത്ത് നോക്കിയപ്പോഴേക്കും പാർട്സ് ഒക്കെ വേറെ വേറെയായി കയ്യിലേക്ക് വീണു. ഇതെന്താ പറ്റിയത്? എന്റെ കൈ തട്ടി വീണതാ. ആകെ പരിതാപകരായല്ലോ മോളെ. ശരിയാക്കാൻ പറ്റില്ല ഇത്? അതൊക്കെ പറ്റും, പക്ഷെ അതിനേക്കാൾ നല്ല നീ നല്ലൊരു ഫോൺ വേറെ വാങ്ങുന്നതായിരിക്കും. മിഥുൻ കാര്യമായി പറഞ്ഞു. തിങ്കളൊന്ന് ആലോചിച്ചു. എന്താണ് ഇത്ര ആലോചിക്കാൻ? നീ ഒരെണ്ണം വാങ്ങാം. ഇതുപോലെ തന്നെ ഒരു സെറ്റ് മതി. ഇതോ? ഇതൊക്കെ ഇപ്പൊ പ്രായമായവരെ വാങ്ങുന്നില്ല. അപ്പോഴാ നീ ഒരു സ്മാർട്ട് ഫോൺ അങ്ങ് വാങ്ങടി. അത്ര പെരുത കാശൊന്നുമില്ല. എനിക്കതിനെ കുറിച്ചൊന്നും വലിയ അറിവില്ല. അതിനല്ലേ മോളും ഞാനിവിടെ നിൽക്കുന്നത്. നിനക്ക് പഠിപ്പിച്ചെന്നെങ്കിൽ ഞാൻ പിന്നെ ആർക്ക് പഠിപ്പിച്ചു കൊടുക്കാനാ? മിഥുൻ നെഞ്ചിൽ കൈവച്ച് പറഞ്ഞിരുത്തുമ്പോൾ തിങ്കൾ അവനെ നോക്കി തലയാട്ടി. എത്ര ഇതിന് ബഡ്ജറ്റ് വരുന്നത്? ഇവിടെ 8 തുടങ്ങി സ്റ്റാർട്ടിംഗ് ഉണ്ട്. എന്നാലും 10 മുകളിൽ വാങ്ങുന്നതായിരിക്കും ബെറ്റർ. നിനക്ക് പറ്റുന്ന ബഡ്ജറ്റ് റെഡി. അതിൽ ഞാൻ നല്ലോണം റെഡിയായി തരാം. ഒരു 10-12,000. പക്ഷെ കാശ് അത്രയും എൻ്റെ കയ്യിലിപ്പോൾ ഇല്ല. നാളേക്ക് മതിയാവും. EMI ഉണ്ട് കേട്ടോ ഇവിടെ. 0 ബാലൻസ് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. EMI വേണ്ടി വരില്ല. എൻ്റെ കയ്യിൽ കാശുണ്ടാവും. നാളെ വരാം ഞാൻ. അവൾ ആ പറയുമ്പോൾ സമ്മതിച്ചവൻ. കൂടെ ഇപ്പോൾ അവൾക്ക് ആവശ്യത്തിന് വേറെ ഫോണിൽ അവളുടെ സിം ഇട്ട് കൊടുത്തവൻ. പുതിയ സിമ്മാണോ ഇത്? ഫോണെല്ലാം ശരിയാക്കി അവൾ കൊടുക്കുമ്പോഴുള്ള ചോദ്യത്തിന് തലയാട്ടി തിങ്കൾ. ആളുടെ നമ്പർ മിഥുനും സേവ് ചെയ്ത് വെച്ചു. ഏതാ ചേട്ടാ കുട്ടി? തിങ്കൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ആ ചെക്കന്മാരുടെ ചോദ്യം. മിഥുന് പരിചയമുള്ള കോളേജ് സ്റ്റുഡൻസ് തന്നെയാണ്. അതാണ് അവർ അത്രയും സ്വാതന്ത്ര്യത്തോടെ ചോദിച്ചു. കുട്ടിയോ? ചേച്ചി, എന്റെ ക്ലാസ്മേറ്റ് ആണ് അവള്. മിഥുൻ അണിനെ ചുഴിഞ്ഞു നോക്കി പറയുമ്പോൾ അതിശയം നിറഞ്ഞിട്ടുണ്ട് അവരുടെ മുഖത്ത്. ചേട്ടന് എത്ര പ്രായമുണ്ട്? ഒരുത്തന്റെ ചോദ്യം കേട്ട് മിഥുവിന്റെ കണ്ണുകളൊന്ന് കോർത്തു.
എന്റെ പ്രായമുണ്ട് നിനക്കെന്താടാ കല്യാണം ആലോചിക്കാനാണോ? നിന്റെ ചാട്ടൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എവിടെ വന്നതിന്റെ പണിയൊക്കെ കഴിഞ്ഞല്ലോ. അധികം വായിട്ടിളക്കാതെ കാശ് കൊടുത്തിട്ട് പോടാ. മിഥുന്റെ സ്വരം മാറിയതേ രണ്ടിനെയും മുഖം വീർത്തു. എന്നാലും ഒന്നുമിണ്ടാ കാശ് കൊടുത്ത് അവർ അങ്ങ് പോയതും മിഥുന്റെ മുഖം ഇപ്പോഴും കടുത്തിരിപ്പാണ്. അവന്റെ ഒരു പ്രായം ചോദിക്കല്. മൊബൈൽ ഷോപ്പിൽ നിന്നിറങ്ങി തിങ്കൾ നേരെ സ്റ്റുഡിയോയിലേക്ക് തന്നെയാണ് പോയത്. ഫോട്ടോ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അയാൾ കാശും കൊടുത്ത് വാങ്ങി ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ മനസ്സിൽ വെറുതെ ഒരു തോന്നൽ. ആഗ്രഹിച്ച് വാങ്ങിച്ചേക്കാം എന്നൊരു കൊതിയോടെ തിങ്കൾ പിന്നെ അവിടുന്ന് മുന്നോട്ട് നടന്നു. പെറ്റ് ഷോപ്പിന് മുമ്പിലെത്തിയവൾ വാതിലും തുറന്ന് അകത്തേക്ക് കയറി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.